ഗോപിനാഥ് മുതുകാട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കമൻറ്റിൻ്റെ കാര്യം. അപ്പം ഉറപ്പായിട്ട് ഇന്നലെയും അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ഒരു 8-9 കമൻറ്റ് ഇട്ടിട്ട് അത് ഞാൻ കണ്ടു എന്ന് ഉറപ്പാക്കുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയുക. കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്തുനിന്ന് ഞാൻ പിന്മാറാൻ തയ്യാറല്ല. കാരണം മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ വെല്ലുവിളി നേരിടുന്ന നമ്മുടെ സമൂഹത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ വെച്ചിട്ട്, അതായത് പരസഹായമില്ലാതെ അവർക്ക് സ്വന്തം കാര്യം പോലും ചെയ്യാനുള്ള ശേഷിയില്ലാത്ത മക്കളെ കാണിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ട്, ആ കുട്ടികളെ കാണിച്ചിട്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ട് ആ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന അവഗണന, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ എല്ലാവരും ഇത് റിയാക്ട് ചെയ്തുകൊണ്ട് പുറത്തു വരുന്നത്. നമുക്ക് ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിലും ഇത് വാർത്തയായിട്ടുമില്ല. പക്ഷേ ഇപ്പം ഈ ഒരു സംഭവത്തിൽ എടുത്തു പറയുന്ന കാര്യങ്ങളുണ്ട്. CP ഷിഹാബ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതീവ ഗുരുതരമായ 10 ആരോപണങ്ങളെങ്കിലും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ടതും, മുഖ്യമന്ത്രി ഇരുന്ന വേദിയിലേക്കാണ് ഇലക്ട്രിക് വീൽ ചെയറുള്ള അതിൽ സഞ്ചരിക്കുന്ന ഷിഹാബിനെ വീൽ ചെയറൊക്കെ ഉപേക്ഷിച്ച് ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി നടന്നോ എങ്ങനെയെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് വരാൻ വേണ്ടി ഗോപിനാഥ് മുതുകാട് പറയുന്നത്. ഷിഹാബ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്, എനിക്കും ഇലക്ട്രിക് വീൽ ചെയറിലൂടെ വരാൻ പാടില്ല, ഷിഹാബ് നടന്നു വരണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതേ കാര്യം അദ്ദേഹം എന്നോട് ഇതിന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി വരുന്ന സമയത്തും അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത് ഷിഹാബ് നടന്നു വരണം, ഷിഹാബിന് കാലുകളില്ലാതെ നടക്കുന്നത് ആളുകൾ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അതെന്നെ പോസിറ്റീവായിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷേ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സർ എനിക്കൊരു ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്, എനിക്ക് അതിലൂടെ ഈസി ആയിട്ട് വരാൻ പറ്റും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ ഓഡിയൻസിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും. രണ്ടാമത്തെ അതീവ ഗുരുതരമായ ആരോപണം, ഷിഹാബിനെ നിന്ന നിൽപ്പിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടി അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ പേര് മുതുകാട് ഉപയോഗിക്കുകയാണ്. ശൈലജ ടീച്ചർക്ക് ഈ സംഭവത്തെക്കുറിച്ച് യാതൊരു മനസ്സറിവും ഇല്ല എങ്കിൽ ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ തുറന്നു പറയാനും മുതുകാടിനെ തള്ളിപ്പറയാനും ശൈലജ ടീച്ചർ തയ്യാറാകണം. ഞങ്ങൾ ശൈലജ ടീച്ചറോടും ഡോക്ടർ അഷീലിനോട്, അന്നത്തെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അഷീൽ സാറോടും അറിയിച്ചതിൻ്റെ സാഹചര്യത്തിൽ അവർ പറഞ്ഞത് നാളെ മുതൽ, അതായത് നവംബർ 1 മുതൽ ഷിഹാബ് ഇവിടെ വേണ്ട, അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാർ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമോ? കൂടുതൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നാളെ മുതൽ ഷിഹാബ് ഷോ ചെയ്യേണ്ട, ഇതിൻ്റെ കയ്യിൽ കോൾ റെക്കോർഡുണ്ട്. മൂന്നാമത്തെ ഗുരുതരമായ ആരോപണം, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, സാമൂഹിക സുരക്ഷാ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഷിഹാബ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞതിൻ്റെ പ്രകാരം എൻ്റെ വൈഫ് എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്തെന്ന്, അവിടെ നിന്ന് ഉണ്ടായിരുന്ന A-Z കാര്യങ്ങൾ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും, ഭിന്നശേഷി കുട്ടികളെ അദ്ദേഹം ഏത് രീതിയിലാണ് ചൂഷണം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഗോപിനാഥ് മുതുകാടിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തു. ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അഷീലിനെ ഞാൻ മെസ്സേജ് ചെയ്തു. ഈ ഡോക്ടർ അഷീൽ എപ്പോഴും അവിടെ ഉണ്ടാകുന്ന വ്യക്തിയാണ്. അന്ന് അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഈ അഷീലിനെ അവിടെ എപ്പോഴും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് ഒന്നെങ്കിൽ ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ്, അല്ലെങ്കിൽ അഷീൽ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. ഈ രീതിയിൽ നമുക്ക് തോന്നുന്നു, കാരണം എപ്പോഴും അഷീൽ അവിടെ ഉണ്ടാവും. അങ്ങനെയാണ് അഷീലുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്നതും അഷീലിൻ്റെ പേഴ്സണൽ നമ്പർ വരെ എനിക്ക് ഷെയർ ചെയ്ത് നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം ഉണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം പറഞ്ഞുകൊണ്ട് ഡോക്ടർ അഷീലിന് ഞാൻ ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്തു, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഈ അഷീൽ ചെയ്തത് ഉടനെ എൻ്റെ വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്തു. 4, നന്നായി നോക്കാമെന്ന് നാട്ടുകാരോടെല്ലാം പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ കാണിച്ച് പണം പിരിക്കുന്ന ഗോപിനാഥ് മുതുകാട് ഈ ഭിന്നശേഷി കുഞ്ഞുങ്ങളെ വളരെ മോശമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി, ഇരിക്കാനോ നിൽക്കാനോ സ്ഥലം കൊടുക്കാതെ, നേരത്തിന് ആഹാരം കൊടുക്കാതെ ക്രൂരമായി പണിയെടുപ്പിക്കുന്നതിൻ്റെ ചില രംഗങ്ങൾ ഷിഹാബ് നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത്, അതായത് അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഓഡിയൻസ് അല്ലാതെ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന സമയങ്ങളിൽ കുട്ടികളോട് 5ഉം 6ഉം ഷോ ഒക്കെ ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ദിവസം ഏകദേശം 2:30 ആവുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുള്ള കുട്ടികൾ, ഒരു ഷോ കഴിഞ്ഞ സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് മാനേജർ വന്നിട്ട് പറഞ്ഞു, അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല, ഗസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളോട് മാറി നിൽക്കാൻ പറയും. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഗസ്റ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ അവിടെ പോയി കഴിച്ചോട്ടെ. അങ്ങനെ ഗസ്റ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഗസ്റ്റിന് ഷോ കാണണം, കുട്ടികളെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇവർ MR ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ്, ഓട്ടിസം ഉള്ള കുട്ടികളാണ്, ചിലപ്പോൾ ഇവർ വയലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്.
അഞ്ചാമത്തെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് കുട്ടികളുടെ കണക്കിലുള്ള ഈ കള്ളം പറച്ചിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ സ്ഥാപനം തുടങ്ങി അന്ന് മുതൽ അത് നിലവിലുണ്ട്. ഇപ്പോഴും ഗോപിനാഥ് മുതുകാട് പറയുന്നു 300 കുഞ്ഞുങ്ങളുണ്ടെന്ന്. അവിടെ അതിന്റെ പകുതി പോലും കുഞ്ഞുങ്ങളുണ്ടോ എന്ന് സംശയമാണ്. അന്ന് 5 കുട്ടികൾ മാത്രമുള്ള ഈ ഒരു പ്രോഗ്രാമിൽ അതുവരെ ഞാൻ കാണാത്ത പുതിയ 20 കുട്ടികൾ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ ഈ 20 കുട്ടികൾ ഓൾറെഡി ഉണ്ടായിരുന്നു, നമുക്കത് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഈ 20 കുട്ടികളെ ചേർത്ത് 25 കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ഷിഹാബ് പറയണം. ഞാൻ പറഞ്ഞു സാർ, ഞാൻ ഈ കുട്ടികളെ കണ്ടിട്ടില്ല, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആറാമത്തെ സംഭവം എന്ന് പറയുന്നത് ഗോപിനാഥ് മുതുകാട് ദൈവമാണ്, ഗോപിനാഥ് മുതുകാടാണ് ഈ ലോകം കയ്യിലിട്ട് വട്ടം കറക്കുന്നത്, ഗോപിനാഥ് മുതുകാടില്ലെങ്കിൽ ഞങ്ങളൊക്കെ ചത്തുപോയേനെ എന്ന് നീചമായ രീതിയിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി പൊതുജനങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി ഷിഹാബിനെ നിർബന്ധിക്കുന്നു. കുവൈത്തിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൽ നിന്ന് എന്നോട് പറഞ്ഞു, എന്നും പറയുന്ന പോലെ പറഞ്ഞു തരാൻ പറ്റില്ല, മുതുകാട് സാറ് അറിയാലോ, നമ്മുടെ മുതുകാട് സാർ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമ്മുടെ ദൈവമാണെന്ന് പറയണം. 100ഓളം കുട്ടികളൊക്കെ അവിടെ വീടില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വ്യക്തമായ സപ്പോർട്ട് വേണം. ഇത് ആധികാരികമായിട്ട് ഷിഹാബ് പറഞ്ഞേ മതിയാകും. ഇത് എന്നോട് പറയുന്നത് പെർഫോം ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ബാക്ക് സ്റ്റേജിൽ വെച്ചാണ്. ഏഴാമത്തെ സംഭവം ഒരു വിദേശ യാത്രയ്ക്ക് ഷിഹാബിനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഷിഹാബിനെ ഉപയോഗിച്ച് മാക്സിമം പണം ഇരിക്കുന്നു, മാക്സിമം ഷിഹാബിനെ അവിടെ ഉപയോഗിക്കുന്നു, ആളുകളുടെ സഹതാപം മുഴുവൻ പിടിച്ചു പറ്റുന്നു. പക്ഷേ ഈ ഷിഹാബ് എന്ന് പറയുന്നത്, CP ഷിഹാബ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹത്തിനെ ഒന്ന് നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നാടിന്റെ നാനാഭാഗങ്ങളിലും. അങ്ങനെ ഷിഹാബിനെ നേരിട്ട് കണ്ട സന്തോഷത്തിൽ ഷിഹാബിന് ജനങ്ങൾ പേഴ്സണലായി നൽകിയ കുറച്ച് സമ്മാനങ്ങൾ, കുറച്ച് പണമൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നു. ആ പണം പിടിച്ചു പറിക്കാനും തട്ടിപ്പറിക്കാനും വേണ്ടി ഈ ദൈവമായ മുതുകാട് നടത്തുന്ന ചില വൃത്തികെട്ട ശ്രമങ്ങൾ. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റിൽ വെച്ച് ഞാൻ മുതുകാടിനോട് പറഞ്ഞു, സാർ എൻ്റെ കയ്യിൽ കുറച്ച് കാശ് അവർ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു, അതെന്ത് ചെയ്യണം? അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് തരൂ, നമ്മൾ പ്ലാന്റിൻ്റെ ഫണ്ട് റൈസിങ്ങിന് വേണ്ടി വന്നല്ല, കാശ് തരൂ. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 20 വെച്ചുള്ള കാശ് ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് പ്രഹ്ലാദാചാര്യ എന്ന് പറയുന്ന ഷാഡോ ആർട്ടിസ്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു, സാർ അത് ശരിയല്ല, ഇത് ഷിഹാബിന് ആസ് എ ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ കിട്ടിയ കാശാണ്, അത് സാർ വാങ്ങാൻ പാടില്ലായിരുന്നു. അപ്പോൾ സാർ യെസ് സോറി എന്ന് പറഞ്ഞിട്ട് കാശ് തിരിച്ചു തന്നു. എന്നിട്ട് റൂമിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ഈ കാശ് ഷിഹാബ് കയ്യിലേറ്റോ, പക്ഷേ മറ്റേ സാർ തന്ന കാശ് ഏകദേശം ഇന്ത്യൻ റുപ്പി 2 ലക്ഷത്തോളം വരുന്ന കാശാണ്, അത് ഷിഹാബ് എനിക്ക് തരൂ, ഞാനത് അക്കാഡമിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഷിഹാബിന് നാട്ടിലെത്തിയിട്ട് അതിന് ഈക്വലായിട്ടുള്ള ഇന്ത്യൻ മണി ഷിഹാബിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം. 8 ഭിന്നശേഷിക്കാരനായ CP ഷിഹാബിനെ മനുഷ്യത്വരഹിതമായി പരിഗണിക്കുന്നതിന്റെയും ജോലി ചെയ്യിപ്പിക്കുന്നതിന്റെയും ഉപയോഗിക്കുന്നതിന്റെയും പച്ചയായ രംഗങ്ങൾ. പണപ്പിരിവിന് വേണ്ടി എങ്ങനെയാണ് ഷിഹാബിനെ ഗോപിനാഥ് മുതുകാട് ഉപയോഗിക്കുന്നത് എന്ന് കാണാം. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, ഷിഹാബ് കുറേ കാര്യങ്ങൾ കണ്ടില്ല എന്ന് വെച്ച് എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഷിഹാബിന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം, വേണമെങ്കിൽ ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യാമെന്നുള്ളത്. എൻ്റെ പിതാവ് പറഞ്ഞത് എന്താണെന്നറിയോ, ഇങ്ങനൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് റോഡ് സൈഡിൽ നിന്ന് പിച്ചെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിച്ചാൽ അതിനേക്കാളും അന്തസ്സായിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചു എന്ന് അഭിമാനിക്കാൻ പറ്റുമെന്ന് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 9ാമത്തത് ആരോപണമല്ല, ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തിനാണ് ഗോപിനാഥ് മുതുകാട് മാജിക് നിർത്തിയത്? നിങ്ങൾ കരുതുന്നുണ്ടോ അയാൾ മാജിക് നിർത്തിയത് ഈ ഭിന്നശേഷി കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന്? അല്ല. മാജിക് നിർത്താൻ കാര്യം ഇന്റർനെറ്റ് ഒക്കെ വളരെ വ്യാപകമായതോടെ, എല്ലാവരുടെ ഫോണിലും ഇന്റർനെറ്റ് വന്നതോടെ മാജിക്കിന്റെ ട്രിക്സും ബേസിക് കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ മാജിക് എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഒരു ബിസിനസ് സാധ്യത കഴിഞ്ഞു, അത് പരിപൂർണമായി അവസാനിച്ചു. ആ ഘട്ടത്തിൽ പുള്ളി ഡോക്ടർ മുഹമ്മദ് അഷീലിന്റെ സഹായത്തോടു കൂടി പുതിയൊരു ബിസിനസ് കണ്ടെത്തുകയാണ്, ഒരു വെറൈറ്റി ഉള്ള ബിസിനസ്, ഭിന്നശേഷി കുഞ്ഞുങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ട് പണം പിരിക്കുന്ന ഒരു ബിസിനസ്. അത് തുടങ്ങിയതാണ്. അതിന് ഇയാൾ എന്തിനാണ് നമ്മളെടുത്ത് എപ്പോഴും ഞാൻ മാജിക് നിർത്തി എന്ന് പറയുന്നത്? ഇദ്ദേഹം പറയുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രൊഫഷൻ, മാജിക് എന്ന് പറയുന്ന എൻ്റെ പ്രൊഫഷൻ ഞാൻ പോലും ഒഴിവാക്കിയത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഒഴിവാക്കല്ലല്ലോ വേണ്ടത്, അദ്ദേഹം ഈ മാജിക് വീണ്ടും ചെയ്യണം, കൂടുതൽ പ്രോഗ്രാം ചെയ്യണം, അതിലൂടെ ഫണ്ട് റൈസ് ചെയ്യണം, അതിലൂടെ കുട്ടികളെ സംരക്ഷിക്കണം. അദ്ദേഹം എൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഈ ഭിന്നശേഷിക്കാർ അദ്ദേഹത്തിൻ്റെ മക്കളാണെങ്കിൽ ആ മക്കളെ സംരക്ഷിക്കാനുള്ള ഫണ്ട് കണ്ടെത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് ജോലി ചെയ്യുകയാണ് വേണ്ടത്. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മാജിക് എന്ന് പറയുന്ന ജോലി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് കുട്ടിയെ പ്രദർശനം നടത്തിയിട്ട് അതിലൂടെ കിട്ടുന്ന കാശ് കൊണ്ട് കുട്ടിയെ സംരക്ഷിക്കുകയല്ല വേണ്ടത്. ഈ ഒരു ലോജിക്ക് വെച്ച് മാത്രം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും വാട്ട് ഈസ് ഗോപിനാഥ് മുതുകാട്. 10ാമത്തത് ഷിഹാബിന് അവിടെ ഒട്ടും തുടരാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ, ആത്മാഭിമാനം വ്രണപ്പെട്ടപ്പോൾ, വേദന ചങ്കിൽ നിറഞ്ഞപ്പോൾ, ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത് കാണാൻ വയ്യാതായപ്പോൾ, സ്വന്തമായിട്ട് അനുഭവിക്കുന്ന പീഡനം താങ്ങാൻ പറ്റാതായപ്പോൾ ഷിഹാബ് ജോലി ഉപേക്ഷിച്ച് പോവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ അമ്മമാരുടെ കണ്ണീര് കണ്ട് ഷിഹാബ് അത് തുറന്നു പറയുന്നു. ഷിഹാബിന്റെ ജീവന് ഭീഷണിയുണ്ടെന്നാണ് ഷിഹാബ് പറയുന്നത്.
നമ്മൾ പ്രേക്ഷകർ അത് സീരിയസ് ആയി തന്നെ എടുക്കേണ്ട ഒരു പോയിന്റാണ്. ഞാൻ വളരെ മോശമായി ചിത്രീകരിക്കപ്പെടും, എൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകും. ഇന്നു മുതൽ എൻ്റെ ജീവിതം വേറൊരു ജേർണലിലായിരിക്കും പോകുന്നത്. പക്ഷേ ഇതും ഞാൻ പറയുമ്പോൾ എനിക്കൊരു അഭിമാനമുണ്ട്. ഞാനടക്കമുള്ള ഭിന്നശേഷിക്കാർക്കെതിരെ ഇദ്ദേഹത്തെ പോലെയുള്ളൊരു പൊയ്മുകളുമുള്ള വ്യക്തി മാജിക്കിലൂടെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കാൻ വളരെ സമർത്ഥനായിട്ടുള്ള ഈ വ്യക്തി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്ന കപടമായ സ്നേഹം തുറന്നു കാട്ടിയതിൻ്റെ പേരിൽ എനിക്കിനി ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്കൊരു അഭിമാനമുണ്ട്. നാളെ ഇതൊക്കെ നിങ്ങൾ ഔട്ട് ചെയ്യുന്ന സമയത്തോ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഞാൻ പുറത്തു നിന്ന് കാണിക്കുന്ന സമയത്തോ ആ ഒരു അഭിമാനത്തോടു കൂടി ഞാൻ മരണപ്പെട്ടാലും ഞാൻ സന്തോഷവാനാണ്. ഇനി എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഞാൻ ഇത് പറയാൻ കാരണം ഈ അമ്മമാരൊക്കെ ഇവിടെ അനുഭവങ്ങൾ വന്ന് പറയുന്ന സമയത്ത് കുറച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരു മാനസിക പരിഗണന കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനടക്കമുള്ള ഭിന്നശേഷിക്കാരോട് അദ്ദേഹത്തിന് ഈ ഇത്തിരിയെങ്കിലും എത്തിക്സും വാല്യൂസും കീപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം പറയണമായിരുന്നു, അമ്മമാർക്കുണ്ടായ ദുരനുഭവത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. CP ഷിഹാബിനെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പൊതുസമൂഹത്തിൽ കുറേ കാലമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. CP ഷിഹാബിനോട് സ്നേഹവും ആരാധനയും കരുണയും വാത്സല്യവും ഒക്കെയുള്ള അമ്മമാരും കുഞ്ഞുങ്ങളും അച്ഛന്മാരും ഒക്കെ നിറഞ്ഞൊരു നാടാണിത്. CP ഷിഹാബിനെ പറ്റി മുതുകാടിനെതിരെ ഉയരുന്ന പോലത്തെ യാതൊരു ആരോപണങ്ങളും നിലവിൽ നാട്ടിലില്ല. CP ഷിഹാബ് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ, മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിലേക്ക് ഇഴഞ്ഞു വരാൻ പറഞ്ഞു, ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടാണ് നിങ്ങളെ പിരിച്ചുവിടുന്നത്. അത് കഴിഞ്ഞിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷീലിന് ഒരു പരാതി പറയാൻ നോക്കുമ്പോൾ അദ്ദേഹം വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്യുന്നത്. എന്തെല്ലാം ക്രൂരകൃത്യങ്ങളുടെ കഥകളാണ് നമ്മൾ ഇത്രത്തോളം കേട്ട്. നിങ്ങൾക്ക് എന്താ ഇത് കേട്ടിട്ട് തോന്നുന്നത്? ഷിഹാബ് നുണ പറയുകയാണെന്ന, ഷിഹാബിന് ഒരു അജണ്ടയുണ്ടെന്നാണോ പറയുന്നത്? ഇയാൾക്ക് മുതുകാടിനോട് വ്യക്തിപരമായ വിരോധമുണ്ടെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾക്ക് അമ്മമാരെയല്ലേ വിശ്വാസമില്ലാത്ത? അമ്മമാർക്കല്ലേ ക്രെഡിബിലിറ്റി ഉള്ളത്? അമ്മമാരോടല്ലേ നിങ്ങൾ തെളിവ് കൊണ്ടുവരാൻ പറയുന്നത്? ഷിഹാബ് ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പ്രധാനപ്പെട്ടായി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെല്ലാം പോയിന്റ് ഷിഹാബ് ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ എല്ലാം ഡിജിറ്റൽ എവിഡൻസ് ഷിഹാബിന്റെ കയ്യിലുണ്ട്. അതൊരാവശ്യം വന്നാൽ പ്രസന്റ് ചെയ്യാൻ ഷിഹാബ് തയ്യാറാണ്. എന്നിട്ടും നിങ്ങൾ ഗോപിനാഥ് മുതുകാടിനെ വിശ്വസിക്കുകയാണോ? ഈ അമ്മമാരെ അവിശ്വസിക്കുകയാണോ? പറയൂ, നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. ഈ വീഡിയോയുടെ താഴെയും വന്ന് പച്ചത്തെറി കമന്റ് ഇടാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സുനിതയ്ക്ക് അജണ്ടയുണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇട്ടോളൂ. സർക്കാർ അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെടണം. ശൈലജ ടീച്ചറും ഡോക്ടർ മുഹമ്മദ് അഷീലും ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയണം. സർക്കാർ ഈ ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ കണ്ണീര് കാണണം. ഇതിനൊരു അവസാനം ഉണ്ടാകണം. മുഖ്യമന്ത്രി ഇരുന്ന വേദിയിലേക്ക് ഷിഹാബിനെ നടത്തിച്ചുകൊണ്ട് ആ വൃത്തികെട്ട സാഹചര്യം സൃഷ്ടിച്ചതിന് ഗോപിനാഥ് മുതുകാട് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. നിരുപാധികമായി മാപ്പ് പറയണം. കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും ആരോപണങ്ങൾ സ്വതന്ത്രമായി അന്വേഷിക്കാൻ വേണ്ടി, സത്യസന്ധമായി അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്വതന്ത്ര ഏജൻസിയെ ആരെയെങ്കിലും സർക്കാർ ഏർപ്പാടാക്കണം. കൃത്യമായ അന്വേഷണങ്ങൾ നടക്കണം, നടപടികൾ ഉണ്ടാകണം. ഇനി ഒരു ഭിന്നശേഷി കുട്ടിയും ഒരമ്മയും ഒരു മനുഷ്യനും ഒരു മനുഷ്യജീവിയും ആ സ്ഥാപനത്തിൽ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. ഭിന്നശേഷി കുഞ്ഞുങ്ങൾ ഇദ്ദേഹത്തിന്റെ ബിസിനസ്സിനുള്ള റോ മെറ്റീരിയൽസ് അല്ല. അവരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യവസായം വാർത്തെടുക്കാമെന്ന്, ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കാമെന്ന് ഇവരെ പ്രദർശിപ്പിച്ച്, ഇന്ത്യയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇവരെ പ്രദർശിപ്പിച്ച് ഒരു വലിയ ബിസിനസ് നടത്താമെന്ന് മുതുകാട് വിചാരിക്കരുത്. അവസാനിപ്പിക്കണം ഈ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ. അതായത് പിഞ്ചു കുഞ്ഞുങ്ങളെ കാണിച്ച് ഫണ്ട് സ്വരൂപിക്കുക, അവരെ കൊണ്ട് ആഹാരം പോലും കൊടുക്കാതെ പറ്റാത്ത ജോലികൾ ചെയ്യിക്കുക, ആഹാരം സമയത്തിന് കൊടുക്കാതിരിക്കുക, ചൂടുള്ള റൂമിലിരുത്തുക, അതൊക്കെ ഓരോ രക്ഷകർത്താക്കൾ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അങ്ങനെയൊക്കെ ഈ കുഞ്ഞുങ്ങളെ മാനസികമായിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് മാനസികമായിട്ട് തളർച്ചയുണ്ടാവും. അവർ ഒരുപാട് വയലൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ആ സംഭവം തന്നെയാണ് നമ്മുടെ ഷിഹാബ് CP ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അദ്ദേഹം വലിയൊരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇത്രയും ഒരു കാര്യങ്ങൾ കള്ളത്തരം പറയേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. പക്ഷേ ആ ഒരു സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ഇത്രയും നാൾ പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചിട്ട് കുറേ കമൻറ്റുകൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ അടിയിൽ തന്നെ അദ്ദേഹത്തിന് മുൻപ് പ്രതികരിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥ നോക്കണം. ഒറ്റയ്ക്ക് ഇത്രയും വലിയ സാമ്പത്തിക ഭദ്രതയുള്ള അല്ലെങ്കിൽ ഇത്രയും ജനസമ്മിതിയുള്ള ഒരാളോട് പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. അത് കാരണമാണ് അദ്ദേഹം ഇപ്പോൾ അത് തുറന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും രക്ഷകർത്താക്കൾ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഷിഹാബ് ഇപ്പോൾ ഇത്രയും തുറന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ഒരാൾ വന്നാൽ പോലും നല്ലോണം എതിർത്ത് നിൽക്കാനുള്ളൊരു കരുത്തുള്ള ഒരാളല്ല ഷിഹാബ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, അദ്ദേഹത്തെ ചിലപ്പോൾ ശാരീരികപരമായിട്ട്
പിന്തുടർന്ന് ആക്രമിച്ചാൽ അദ്ദേഹത്തിന് എതിർത്ത് നിൽക്കാൻ പോലെയുള്ള ശേഷിയുള്ള ഒരാളല്ല അത്. അദ്ദേഹം തന്നെയാണ് ഇതിനകത്ത് നല്ലതുപോലെ അത് വെളിപ്പെടുത്തുന്നത്. അവിടെ നടന്ന കാര്യങ്ങൾ അക്കമിട്ടാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. ഇപ്പം ആ വീഡിയോ വന്നതിന് ശേഷവും ഇപ്പം ഇന്നലെ സുനിത ദേവദാസ് ഇട്ട വീഡിയോയ്ക്ക് അടിയിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീയെ ഒരുപാട് പച്ചയ്ക്ക് തെറി വിളിക്കുന്ന കണക്കത്തെ കമൻറ്റുകൾ ഞാൻ കണ്ടു. ആദ്യം ഇട്ട വീഡിയോയിലൊക്കെ നല്ലതുപോലെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സമൂഹത്തിൽ മാന്യനായിട്ട് നിൽക്കുന്ന ഒരാളെ ആർക്കും കരിവാരി തേക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് എനിക്കായാലും അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തറിയിക്കണം, അത് ജനങ്ങളെ അറിയിക്കുന്ന ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതിനടിയിൽ പോയിട്ടും കണ്ടുമുട്ടുന്ന കണക്കത്തെ ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറികൾ എഴുതിയിടുന്ന ഈ ജനങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ഇതുപോലെയുള്ള കപട മുഖങ്ങൾ വലിച്ചു കീറാൻ മാത്രമേ അവർ ശ്രമിച്ചിട്ടുള്ളൂ അല്ലേ? അവർ പറയുന്ന ആ 10 കാര്യങ്ങളും അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശൈലജ ടീച്ചർ മുൻ മന്ത്രിയായിരുന്നു. അവരുടെ പേര് അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അതിനകത്ത് നേരിട്ട് പങ്കില്ലായിരിക്കാം. ഇപ്പം ഈ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ വിചാരിച്ചിരുന്നത് പോലത്തെ അതേ ചിന്താഗതിയോടുകൂടിയായിരിക്കും ശൈലജ ടീച്ചറും അദ്ദേഹത്തെ കണ്ടതും സഹകരിച്ചതും. പക്ഷേ ഇപ്പം അവരുടെ പേരും കൂടിയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇറങ്ങി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം കുട്ടികൾ ഇതേപോലുള്ള മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നതായാലും അതുപോലെ ഓട്ടിസം ബാധിച്ചായാലും ഒരുപാട് കുട്ടികൾ തനിയെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ വാർത്തകളിലെല്ലാം കണ്ടതാണ് 1 കോടി രൂപ യൂസഫ് അലി സാറ് മുതുകാടിന് കൊടുക്കുന്നത്. നിരീക്ഷിച്ചിട്ട് മാത്രം പോരെ സാറേ ഈ പൈസ കൊടുക്കാനായിട്ട്. കാരണം വേറൊന്നുമല്ല, ഇപ്പം ഇതേപോലുള്ള ഈ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ വേറെ എത്രയോ പേരുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട്. അതിലേതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ നന്നായിരിക്കും. അത് വേറെ ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു സ്ഥാപനം തുടങ്ങുകയോ അല്ലെങ്കിൽ ഈ സ്ഥാപനം തന്നെ നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുക്കുകയോ ചെയ്യണം. അല്ലാതെ ഇതുപോലെ കുഞ്ഞുങ്ങളെ പ്രദർശിപ്പിച്ച് പൈസ വാങ്ങിക്കുന്നവരോട് നമ്മൾ സമൂഹത്തിൽ മാന്യന്മാരാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ മുഖംമൂടികളാണ് ഇപ്പോൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് പല റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം എല്ലാവരുടെയും മനസ്സിൽ സമൂഹത്തിൽ മാന്യനായിട്ട് നിൽക്കുന്ന ഒരാളെ ഇങ്ങനെ പച്ചയ്ക്ക് കരിവാരി തേക്കുന്ന ഒരു സമ്പ്രദായമാണെന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇത് അങ്ങനെയല്ല. ഓരോ ദിവസവും നമ്മൾ ഓരോ വീഡിയോകൾ കാണുമ്പോഴും ന്യൂസ് കാണുമ്പോഴും നമ്മൾ അങ്ങനെയല്ല വിചാരിക്കുന്നത്. മുഖംമൂടികൾ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്.